നിങ്ങളെല്ലാവരും, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും, അത് കുട്ടികളാണെങ്കിൽ, രക്ഷിതാക്കളാണെങ്കിൽ, അധ്യാപകരാണെങ്കിൽ, ഇവിടെയുള്ള നാട്ടുകാരാണെങ്കിൽ, ഇങ്ങോട്ട് വന്നത് എന്തിനാ? ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടല്ലേ? ആണോ? തിരൂരങ്ങാടിക്കാരെ കുറിച്ച് ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ കരുതിയത്. നന്നായിട്ട് മറുപടി പറയുന്ന, റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാ തിരൂരങ്ങാടിക്കാര്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എൻ്റെ മണ്ഡലത്തിന് പുറത്തൊരു പരിപാടിക്ക് പങ്കെടുക്കുന്നത്. വെരി ജെന്യൂൻലി സ്പീക്കിംഗ്, ആദ്യമായിട്ട്. ഞാൻ കോഴിക്കോട് പോലും ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് മറ്റൊരു മണ്ഡലത്തിലെ പരിപാടിക്ക് പങ്കെടുക്കുന്നത്. അതും തിരൂരങ്ങാടി ആയതുകൊണ്ട്, നിങ്ങളെ MLA വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ എൻ്റെ എക്സ്പെക്ടേഷൻ എന്താ? നിങ്ങളൊക്കെ ഞാൻ കണ്ട് കേട്ട് അനുഭവിച്ച് പഠിച്ച് എൻ്റെ ലൈഫിന് പോലും മോട്ടിവേറ്റ് ചെയ്യുന്ന തിരൂരങ്ങാടിക്കാരുടെ ഇടയിലേക്കാണ് ഞാൻ വന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ശരിയാവോ? അല്ലെ, എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരാ നിങ്ങൾ ചെറിയ ആൾക്കാരല്ല. തിരൂരങ്ങാടി is a place where you motivate each one of you, each one among us. ഞങ്ങളെ എല്ലാവരെയും ഇന്ന് ഒരു MLA ആയി കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഏത് വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചോളൂ, they will definitely have an inspirational story from this constituency. എല്ലാവർക്കും ഒരു ചെറിയ കഥയെങ്കിലും ഈ മണ്ഡലത്തിൽ നിന്ന് അവരുടെ ലൈഫിലേക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് ഉണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മണ്ഡലത്തിന് പുറത്ത് ഒരു പരിപാടിക്ക് വരുമ്പം അത് തിരൂരങ്ങാടിയിലേക്ക് വരിക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഒരു സന്തോഷകരമായിട്ട് സെലിബ്രേഷൻ നടക്കുന്ന ഈ ഒരു ഇത്രയും ആളുകൾ നിറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും, ഇവിടെയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞു മുതൽ ഏറ്റവും മുതിർന്ന കാരണവന്മാരായിട്ടുള്ള ലീഡറായിട്ടുള്ള ആള് പോലും ഞങ്ങളെ ഓരോരുത്തരെയും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ലീഡർഷിപ്പിനെ കുറിച്ച് പൊതുവെ നമുക്കൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട്. എന്താണെന്നറിയോ? ഒന്നെങ്കിൽ MLAയോ MP യോ അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ വലിയ സ്ഥാനമുള്ള ആളുകളാണ് ലീഡേഴ്സ് എന്ന്. റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. സ്വന്തമായിട്ടൊരു ചെറിയ കുട്ടിയിൽ വരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും. ചെറിയ കുഞ്ഞിൽ വരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും. ഒരു കൂട്ടത്തിലിരുന്ന് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഒരു പക്ഷെ നിങ്ങൾ അറിയണമെന്നില്ല, സിംബോളിക്കലി നിങ്ങൾ കാണണമെന്നില്ല. പക്ഷെ ആ കുഞ്ഞ് നിങ്ങളെ ലീഡർഷിപ്പിലേക്ക് നിങ്ങൾ അറിയാതെ നയിക്കുന്നുണ്ടാകും. അത് ഇൻഹറൻറ്റ് ക്വാളിറ്റിയാണ്. ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. തിരൂരങ്ങാടിയിലേക്ക് വരുമ്പം ഒരു മനുഷ്യന്റെ പേര് MK ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അനുസ്മരിക്കാതെ ഇത്തരത്തിലൊരു പരിപാടി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു പെൺകുട്ടി, നിങ്ങളെപ്പോലെയുള്ള ഒത്തിരി ആളുകൾ ഒരുമിച്ചിരിക്കുന്ന വേദിയിൽ ആ മഹാനെ കുറിച്ച് നമ്മളല്ലാതെ ആരാണ് അനുസ്മരിക്കുക? ആരാണ് ഓർക്കുക? നമ്മൾ എല്ലാ കാലത്തും ഓർക്കേണ്ട, നമ്മൾക്ക് മുന്നിൽ നയിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതേ രൂപത്തിൽ ഇരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയ ഒരു മനുഷ്യൻ. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരാളൊരു പുസ്തകം സമ്മാനിച്ചു. ആ പുസ്തകം MK ഹാജിയെ കുറിച്ചിട്ടുള്ള, അതിലൊരു വരി മാത്രം ഇങ്ങനെ ഓർക്കുകയാണ്. അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെഴുതിയത് ഇങ്ങനെയാ: ഞങ്ങൾ ഹയാത്തിലിരിക്കുന്നവരാണ്, ഞങ്ങളെ ദയവ് ചെയ്ത് ഖബറടുക്കരുത് എന്ന്. ബഹുമാന്യനായിട്ടുള്ള MK ഹാജിയുടെ ഒരു വാക്കുകളാണ്. അദ്ദേഹം ഇത് മമ്പാട് ഗവൺമെന്റ് കോളേജ് തുടങ്ങുന്ന ഒരു വേളയിൽ, അദ്ദേഹം വലിയ വിദ്യാഭ്യാസമൊന്നുള്ള ആളല്ല, വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അനാഥനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ട മനുഷ്യൻ, 16-17 വയസ്സുകളിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നാട് വിഴേണ്ട ഒരു മനുഷ്യൻ. അദ്ദേഹം സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. ആ നേടിയെടുത്തതിൽ മതിമറന്ന് ജീവിക്കാതെ എല്ലാം ജനങ്ങൾക്ക് കൊടുത്തു.
എല്ലാം ജനങ്ങൾക്ക് കൊടുത്തു. സ്വന്തമായിട്ട് വിദ്യാഭ്യാസ യോഗ്യത എന്തുണ്ട് എന്ന് ചോദിക്കുമ്പം ആ യോഗ്യത പറയാൻ വേണ്ടി ഇവിടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കി. ഈ നാട്ടിൽ ബി പോക്കർ സാഹിബിന്റെ പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുമ്പം അതിന് കൃത്യമായിട്ടുള്ള ദിശാബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ലീഡർ എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്നുള്ളത് അവൈലബിൾ ആയിട്ടുള്ള, തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് സമൂഹത്തിനെ പരിവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പം ഏറ്റവും വലിയ സംഭാവന നമ്മുടെ നാടിന്, ഈ നാട്ടിലുള്ള ഏറ്റവും അശരണരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് നൽകിയ, ജീവിതം സമർപ്പിച്ച മഹാന്റെ പേരാകും MK ഹാജി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിലുള്ള നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളോട് കടുപ്പെട്ടവരാണ്. ജീവിതത്തിൽ 1920കളിലൊക്കെ ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാൻ പറ്റാത്ത, ഭാഷ പഠിക്കാൻ എന്ന് പറയുമ്പോൾ എന്താ, നന്നായി സംസാരിക്കാൻ കഴിയുക, എഴുതാൻ കഴിയുക, ചിന്തിക്കാൻ കഴിയുക, ഇതിനൊക്കെയുള്ള കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതല്ലേ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത. ഒരാൾക്ക് വിദ്യാഭ്യാസം നൽകുകയാണ് എങ്കിൽ ആ വ്യക്തിയല്ല, അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, വരും തലമുറ കൂടി മെച്ചപ്പെടും എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഒരാൾക്ക് പണം കൊടുക്കുകയാണെങ്കിൽ അയാളെ വിശപ്പ് ആ ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ മാറ്റാൻ പറ്റും. ഒരാൾക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കുറച്ചു കാലം ഒക്കെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരാൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എവിടെയാണ് നിൽക്കുന്നത്? അത് ആ വ്യക്തിയിലോ ആ കുടുംബത്തിലോ അല്ല, അത് കഴിഞ്ഞു വരുന്ന ജനറേഷനിലേക്ക് അതെത്തും. ആ ചിന്തയാണ് മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ നമ്മൾക്ക് ഈ രൂപത്തിലുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, ഇടപെടലുകൾ, അത് മലബാർ മേഖലയിൽ ഇത്രയും വലിയ രൂപത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക് വരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയത്. CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന നേതാവ്, അനിഷേധ്യനായിട്ടുള്ള നേതാവ്, കേരളത്തിൽ മാജിക് കാണിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒക്കെ എത്രയോ ആഗ്രഹിക്കുന്ന, ഒരു പക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട്. നിങ്ങളെ പോലെയുള്ള ആളുകൾ, സമൂഹത്തിനെ തിരിച്ചറിയുന്ന ആളുകൾ, നാളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ആളുകൾ, നമ്മളുടെ ഇടയിൽ ഇനി എന്താണ് മാറ്റം ആവശ്യം എന്നുള്ളത് കൃത്യമായിട്ട് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പം പുസ്തകത്തിലുള്ള പഠനത്തിനപ്പുറത്തേക്ക് ലോകത്തിനെ മുഴുവൻ കാണാനുള്ള കാഴ്ച നിങ്ങളുടെ കണ്ണുകളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കേൾക്കുക എന്ന് പറഞ്ഞപ്പം നമ്മൾ കേൾക്കേണ്ടത് ഒരു ഭാഗത്ത് നിന്ന് മാത്രമല്ല, ലോകം മുഴുവനുള്ള ശബ്ദങ്ങൾ കേൾക്കണം. പാവപ്പെട്ടവന്റെ വേദന നിങ്ങൾ കേൾക്കണം. കേൾക്കാതെ വിട്ടുപോയ ഒരുപാട് മനുഷ്യരുണ്ട് ലോകത്ത്. അവരെ കൂടി കേൾക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കേൾവി നമ്മൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്.